മലയാള സിനിമ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എമ്പുരാൻ. നിലവിൽ ഏറ്റവും ഹൈപ്പ് ലഭിച്ചിരിക്കുന്ന മലയാള സിനിമ എന്നതുകൊണ്ടും ലൂസിഫർ നൽകിയ വൻ വിജയം മുന്നിലുള്ളതുകൊണ്ടും പൃഥ്വിരാജ് ചിത്രത്തിന്റെ അധികം വിശേഷങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പ്രൊഡക്ഷൻ വൈസ് മോളിവുഡിൽ ഏറ്റവും അധികം കോസ്റ്റ് വന്നിട്ടുള്ള സിനിമ കൂടിയായിരിക്കും എമ്പുരാൻ. മാത്രമല്ല, ഏത് അഭിമുഖത്തിൽ ചോദിച്ചാലും എമ്പുരാൻ ചെറിയൊരു സിനിമയാണെന്ന രീതിയിലാണ് പൃഥ്വിരാജ് പ്രതികരിക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് നടൻ ടൊവിനോ തോമസ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. പൃഥ്വിരാജിന്റെ ഷൂട്ടിംഗ് രീതികളെ കുറിച്ചാണ് ടൊവിനോ സംസാരിക്കുന്നത്. എമ്പുരാൻ എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നും അതിലൂടെ എന്തൊക്കെ അച്ചീവ് ചെയ്യുമെന്നും പൃഥ്വിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നാണ് ടൊവിനോ പറയുന്നത്. കാഴ്ചക്കാർക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടെന്നാണ് തന്റെ വിശ്വാസമെന്നും എമ്പുരാനിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ലെന്നും ടൊവിനോ വ്യക്തമാക്കുന്നുണ്ട്. ടൊവിനോയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കൂടി എത്തിയതോടെ ആരാധകർ കൂടുതൽ ആവേശത്തിലാണ്. പൊതുവെ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിമെന്റിന് വേണ്ടി താൻ ഡയറക്ടറോടൊന്നും ചോദിക്കാറില്ലെന്നും പൃഥ്വിരാജ് ഷോട്ടിനെ പറ്റി പറയാറുമില്ലെന്നും, പക്ഷേ എമ്പുരാന്റെ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ഭയങ്കര ഇംപ്രൂവ്മെന്റ് ഉണ്ടല്ലോ എന്ന് തന്നോട് പറഞ്ഞെന്നും അഭിമാനത്തോടെ ടൊവിനോ വ്യക്തമാക്കുന്നുണ്ട്. ആ കോംപ്ലിമെന്റ് തന്റെ കോൺഫിഡൻസ് വല്ലാതെ ഉയർത്തിയെന്നും ഇത്തരത്തിൽ ഡയറക്ടറുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന കോൺഫിഡൻസ് വളരെ അടിപൊളിയാണെന്നും ടൊവിനോ കൂട്ടിച്ചേർക്കുകയാണ്. ഇതോടെ ലൂസിഫറിന് മുകളിൽ ഹിറ്റടിക്കാൻ സാധ്യതയുള്ള ചിത്രം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് ഉറപ്പിക്കുകയാണ് ആരാധകർ. ആക്ഷൻ സീനുകൾക്ക് വളരെ പ്രാധാന്യമുള്ള സിനിമയായിട്ടാണ് എമ്പുരാൻ ഒരുങ്ങുന്നത് എന്ന സൂചനകൾ മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ പൊതുവെ വളരെ കുറവ് മാത്രം കണ്ടുവരുന്ന ലേഡി ആക്ഷൻ സീനുകൾ ലൂസിഫറിൽ ഭംഗിയായി അവതരിപ്പിക്കാൻ ഹോളിവുഡ് താരം എത്തുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഹോളിവുഡ് താരം കരോലിൻ കോസ്റ്റിയോളാണ് എമ്പുരാനിൽ അഭിനയിച്ചിരിക്കുന്നത്. എറിക് എബൌനി എന്ന ഫ്രഞ്ച് താരവും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നാണ് വിവരം. സർപ്രൈസ് ക്യാമിയോ അപ്പിയറൻസുകളും സിനിമയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. 2024 മാർച്ച് 27 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് വിവരം. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലാണ് ചിത്രം റിലീസിനൊരുങ്ങുന്നത്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമസും ചേർന്നിട്ടാണ്. UK, USA, UAE എന്നിവയുൾപ്പെടെ 4 രാജ്യങ്ങളിലായി 14 മാസമായിരുന്നു ചിത്രീകരണം. ഓരോ ഫ്രെയിമിലും ആകാംക്ഷയുടെ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ പൃഥ്വിയുടെ മികച്ച സംവിധാനത്തിന് കഴിഞ്ഞുവെന്നും അതിന് എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സിനിമയുടെ ഹൃദയമെന്നത് മുരളി ഗോപിയുടെ കഥ പറച്ചിൽ രീതിയാണെന്നും മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിലുണ്ടായിരുന്നു. മുൻപ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പങ്കുവച്ച ഒരു പോസ്റ്റും വൈറലായിരുന്നു. ലൂസിഫറിലെ ഒരു ഹിറ്റ് ഡയലോഗിന്റെ അതേ ഫോർമാറ്റിൽ ഹെലികോപ്റ്റർ വരും എന്ന് ഞാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ വന്നു, ഇനി വേറെ എന്തെങ്കിലും എന്നാണ് ആന്റണി പെരുമ്പാവൂരിനെ ടാഗ് ചെയ്ത് പൃഥ്വിരാജ് കുറിച്ചത്. എന്തായാലും ചിത്രത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകൾ മാത്രമാണ് ഇതുവരെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. 2025 തുടക്കത്തിൽ തന്നെ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.